Okay, good afternoon, everyone. Yeah, I'm ready to go. Okay, സംസാരിച്ചോളൂ. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Okay, good afternoon. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? How are you all? Sugam, fine, fine. So, top This is Gana. Yeah, so good. Food കഴിക്കാ So, ഫുഡ് കഴിച്ചോന്ന് ചോദിക്കാ പിന്നെ ഇതൊക്കെ എപ്പോഴേ കഴിച്ചു. കഴിച്ചില്ലേ Okay, so നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സില് പ്രപ്പോസിഷൻ ഏകദേശം കംപ്ലീറ്റ് ചെയ്തു അല്ലേ? In or at things during, for, by, between, among എന്നൊക്കെ പറഞ്ഞു അല്ലേ? യെസ് യെസ്. ഇനി ഒരു രണ്ട് പ്രപ്പോസിഷനും കൂടെ നമുക്ക് പഠിക്കാം. ഇത് പയ്യൊന്ന് അവസാനിപ്പിക്കാം. ബിസൈഡ് ആൻഡ് ബിസൈഡ്സ്, ഇത് രണ്ടും നിങ്ങൾ കേട്ടില്ലേ? ബിസൈഡ്, ബിസൈഡ്സ് അറിയാലോ. ഇത് രണ്ടിന്റെ എന്താണ് വ്യത്യാസം? എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? അറിയോ? അറിയോ? അപ്പുറത്താണോ? ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടോ അല്ലെങ്കിൽ സെയിം ആണോ? Beside എന്ന് പറയുമ്പോ അടുത്ത്. ഇല്ല. ബിസൈഡ് എന്ന് പറയുന്നത് അടുത്ത്, അടുത്ത്, നമുക്ക് നിയർ എന്നൊക്കെ പറയുമ്പോൾ അടുത്ത്, അരികെ എന്നൊരു മീനിങ്ങിലാണ് ബിസൈഡ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് ബിസൈഡ് എഴുതാം. ബിസൈഡ് എഴുതിക്കോളൂ. എന്നിട്ട് മീനിങ് എഴുതാം. അടുത്ത്, അരികെ, അല്ലെങ്കിൽ നെക്സ്റ്റ് ടു ഓർ ക്ലോസ് ടു എന്നാണ് പറയുന്നത്. I saw a strange man beside his car. അവന്റെ കാറിനടുത്ത് ഒരു സ്ട്രേഞ്ച് ആയ ഒരാളെ കണ്ടു. കാറിനടുത്ത്, beside his car. Okay. She sat beside him at dinner. ഡിന്നറിന്റെ സമയത്ത് അവന്റെ അടുത്ത് ഇരുന്നു. He is sitting beside me. He is sitting beside me. Tom stood beside her. ഓക്കെ, അപ്പൊ ബിസൈഡ് എന്ന് പറയുന്നത് അടുത്ത്, അരികെ എന്നൊരു മീനിങ്ങിലാണ്. നിയർ പറയാം. ആ സെയിം മീനിങ് തന്നെയാണ് നിയറിന് വരുന്നത്. അതുപോലെ തന്നെ സെയിം മീനിങ് തന്നെയാണ് അറ്റ്. ചില സമയങ്ങളിൽ അറ്റ്, അല്ലെ, എന്താണ്, ഷീ സാറ്റ് ബിസൈഡ്, അല്ലെ, ഷീ സാറ്റ് അറ്റ് ഹിം എന്ന് പറഞ്ഞാൽ അവനടുത്തിരുന്നു എന്നൊരു മീനിങ്ങിൽ വരുന്നുണ്ട്. അറ്റും അങ്ങനെ പറയാം. സോ ബിസൈഡ് സെയിം മീനിങ് തന്നെയാണ്. ഓക്കെ, ഇനി the next one, besides. Besides ന്റെ മീനിങ് വരുന്നത് കൂടാതെ എന്നാണ്. കൂടാതെ. Besides എന്ന് പറയുന്നത് കൂടാതെ. എക്സാമ്പിൾ എഴുതാം. She wants to learn Spanish besides English.
She wants to learn Spanish besides English. വിത്തൗട്ട് വരുമോ അതിന്റെ കൂടെ? എന്തോ? വിത്തൗട്ട് വരുമോ അതിന്റെ കൂടെ? ബിസൈഡിന്റെ മീനിങ് തന്നെയാണോ വിത്തൗട്ട്? വിത്തൗട്ട് അത് കൂടാതെ അല്ലല്ലോ. വിത്തൗട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം, കുഴപ്പമില്ല. വിത്തൗട്ടിന് ഇല്ലാതെ അങ്ങനെയൊക്കെ ഒരു മീനിങ് വരുന്നു. She wants to learn Spanish without English. ഇംഗ്ലീഷിനെ കൂടാതെ ഇല്ലാതെ എന്നൊരു മീനിങ് ആണ്, പക്ഷെ ബെറ്റർ ബിസൈഡ്സ് ആണ് കേട്ടോ. അടുത്ത ഏതാ? She couldn't see anyone. She couldn't see anyone there besides an old man. She couldn't see anyone there besides an old man. നമുക്ക് തിരിച്ചും പറയാം കേട്ടോ. Besides an old man, she couldn't see anyone. ഇങ്ങനെയും പറയാം. ഇനി ഇപ്പൊ നമ്മടൊക്കെ പറയാറുണ്ട്, കൂടാതെ ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു എന്ന് പറയാം അല്ലെ. കൂടാതെ ഞാൻ വളരെ ബിസി ആയിരുന്നു അല്ലെ. അങ്ങനെ പറയുമ്പോ എങ്ങനെയാ? സെന്റൻസ് എങ്ങനെയാ വരാ? Besides, I was very busy. I was too busy എന്ന് പറയാം. Besides, I was too busy. കൂടാതെ ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു എന്ന് പറയാം. ഇനി ഇംഗ്ലീഷിനെ കൂടാതെ അവൻ 2 ലാംഗ്വേജും സംസാരിക്കും. ഇംഗ്ലീഷിനെ കൂടാതെ അവൻ 2 ലാംഗ്വേജ് സംസാരിക്കും. എങ്ങനെയാ പറയാ? പറഞ്ഞേ. എന്താ പറഞ്ഞ മനസ്സിലായിട്ടില്ല. ഇംഗ്ലീഷിനെ കൂടാതെ അവൻ 2 ലാംഗ്വേജ് സംസാരിക്കും. എങ്ങനെയാ പറയാ? He speaks 2 languages besides English. He speaks 2 languages besides English എന്നാണ് പറയുന്നത്. ഇനി എനിക്ക് ഒരു ബ്രദറിനെ കൂടാതെ എനിക്ക് ഒരു സിസ്റ്റർ കൂടി ഉണ്ടെന്ന് എങ്ങനെയാ പറയാ? ഈ ബ്രദറിനെ കൂടാതെ എനിക്ക് ഒരു സിസ്റ്റർ ഉണ്ട് എന്നെങ്ങനെയാ പറയാ? എന്താണ് ആയതൊന്നും പറയാത്തേ? Yeah, I have a sister besides a brother. Correct ആണ്. അതും കൂടെ ഇരിക്കുള്ളൂ. I have a sister besides a brother. Okay. നമ്മുടെ സ്ക്രീനിലുള്ള ഇപ്പൊ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടില്ലേ, അതിലെ ക്വസ്റ്റ്യൻസ് എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നോ? നമ്മൾ ചെയ്താണോ? പറഞ്ഞിരുന്നു. ഓക്കെ, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പറയുകയാണെങ്കിൽ നിങ്ങൾ എഴുതിയെടുക്കോ? ഓപ്ഷൻസ് ഉണ്ടാവില്ല കേട്ടോ. ഓപ്ഷൻസ് ഇല്ലാതെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും നോക്കൂ. ഓക്കെ, ഞാൻ പറയാം, നിങ്ങൾ എഴുതിയെടുക്കണേ. ഓക്കെ ആണോ? എഴുതിക്കോളൂ.
He has been ill dash yesterday. Answer ഇപ്പൊ പറയണ്ട കേട്ടോ. Questions എല്ലാം എഴുതി കഴിഞ്ഞ ശേഷം നമുക്ക് ആൻസർ പറയാം. ഞാൻ ചിലപ്പോ അയക്കുന്നതില് എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ഇഗ്നോർ ചെയ്യാം. പെട്ടെന്ന് ടൈപ്പ് ചെയ്യുന്നതിന്റെ മിസ്റ്റേക്ക് ആണ്. ഓക്കെ. He has been ill dash yesterday. They have been learning English dash 5 years. She has been cooking dash morning. He traveled dash train. ഇതില് നമ്മള് പഠിച്ചതല്ലാത്ത പ്രപ്പോസിഷൻസും യൂസ് ചെയ്തിട്ടുണ്ട്. സോ അതൊന്ന് ആൻസറിങ് നോക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് അറിയാവുന്നതാണ്. ഞാൻ പക്ഷെ പഠിപ്പിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. The book fell dash the ground. He threw the ball dash the river. He has no taste dash music. Here, the headmaster was angry dash me. She depends dash her mother. And next, take care dash your health. You must listen dash your teacher. I'm satisfied dash your work. A girl was passing the building dash the moment. There was also a service. There was also a service dash Sunday morning. He peeled the vegetables dash a knife.
Come and dash with dash me. The poor man asked dash help. But there is no dash form now. Sam went to the school dash his scooty. We rested dash a tree. He sat dash the table to write a letter. The monkey fell dash the tree. Alex lay dash on the bed. I dipped my finger dash the honey. They are very popular dash the boys. People learn dash experience. I live dash an apartment dash the seventh floor. I have an appointment dash Tuesday afternoon. We are dash the lift dash the moment. I have been living in this city dash 2018. I have worked here dash year 5 years. We have been married dash 30 years.
The teacher said not talking dash the class. Given dash the market. He lives dash a small town. I met him dash the afternoon. Yes, കഴിഞ്ഞു ട്ടോ. Okay, മതി കഴിഞ്ഞു. Okay, ഇത് കഴിഞ്ഞോ? Yes, ma'am. Yes, ma'am. Yes, miss. നമുക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, ആൻസർ എല്ലാവരും പറഞ്ഞു കേട്ടോ. He has been ill dash yesterday. എന്താണ് ആൻസർ? He has been ill dash yesterday. പറയൂ, ആൻസർ പറയൂ എല്ലാവരും. He has been ill dash yesterday. എന്തായിരിക്കും വരാ? ഓണാണ്. ഏത് പൊസിഷൻ ആണ്? ഓൺ. So, ഓണാണ്. ഓൺ. ഓണോ? ബാക്കി എല്ലാവരും ആൻസർ പറയുന്നു. Beside. സിൻസ് ആണോ മാം? സിൻസ്. ഓക്കെ, സിൻസ് അല്ലേ മാം? ആൻസർ എല്ലാരും പറയൂ. എത്ര പേര് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടെന്നോ? ആൻസർ എല്ലാവരും പറയണം കേട്ടോ. പ്രപ്പോസിഷൻ മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് കുറച്ച് അറിയാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ആൻസർ എല്ലാവരും പറയാൻ പറ്റുന്നവർ പറയാ, അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്യണം. മസ്റ്റ് ആണ് കേട്ടോ ആൻസർ ചെയ്യാതെ. ഇപ്പൊ അറിയാഞ്ഞിട്ടാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഓക്കെ, so please answer the questions. കുറച്ച് പേര് മാത്രമേ ആൻസർ പറയുന്നുള്ളൂ. ബാക്കി ആരും തമ്മിൽ ഇല്ലാതെ അറിയാഞ്ഞിട്ടാണോ?
Okay, അടുത്ത question. They have been learning English dash 5 years. Answer text ചെയ്യതാണ്. സിൻസ് അല്ലേ സിൻസ് Text ചെയ്യണം. Since 5 years. They have been learning English dash 5 years. 4. 4-5 years. Since they have been learning English. Okay. First question, he has been ill dash yesterday എന്ന് പറയുന്ന ആൻസർ since ആണ്. Okay. Second question, they have been learning English for 5 years. 4 ആണ്, correct ആണ്, 4 ആണ്. Okay, the third one, she has been cooking dash morning. in the morning. In the morning. Since എന്ന് വരില്ല. Since ആണ് കേട്ടോ. മോർണിംഗ് വന്നത് കൊണ്ട് ഇന്നാണെന്ന് ആരും വിചാരിക്കരുത് കേട്ടോ. അത് സെന്റൻസിന്റെ മീനിങ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കറക്റ്റ് പ്രൊപ്പോസിഷൻ ആഡ് ചെയ്യാൻ. ഷി ഹാസ് ബീൻ കുക്കിംഗ് സിൻസ് മോർണിംഗ് എന്നാ വരാ. കാരണം രാവിലെ മുതൽ കുക്കിംഗ് ചെയ്യുകയാണ് എന്നൊരു മീനിങ്ങിലാണ് വരുന്നത്. കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോ സിൻസ് ആണ് വരാൻ. ഇത് നിങ്ങൾക്ക് പ്രൊപ്പോസിഷൻ കറക്റ്റ് അറിയാൻ പാടില്ല എന്നിട്ടല്ല, നിങ്ങൾക്ക് സെന്റൻസിന്റെ മീനിങ് മനസ്സിലാവാത്തതുകൊണ്ടാണ് തെറ്റിപ്പോയത്. അത് ടെൻസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും കേട്ടോ. ഇനി നെക്സ്റ്റ്, ഹി ട്രാവൽഡ് ഡാഷ് ട്രെയിൻ. By. By on അച്ഛ വരേണ്ട ആവശ്യമില്ലല്ലോ. ബൈ ആണ്. ട്രാവൽ ഒക്കെ പറയുമ്പോ ബൈ ആണ് കേട്ടോ. ഇനി അത് ട്രെയിൻ ആയതുകൊണ്ട് ഓൺ എന്ന് പറയണ്ട, ബൈ ആണ് വരാം. ട്രാവൽ ചെയ്യല്ലേ, സോ നമ്മൾ യൂസ് ചെയ്യുന്നത് ബൈ ആണ്. നെക്സ്റ്റ്, ദ ബുക്ക് ഫെൽ ഡാഷ് ദ ഗ്രൗണ്ട്. എന്തേ വരാ? ആൻസർ ഏതാ? In. ഗ്രൗണ്ട് ആണ് കേട്ടോ. ഓൺ ആണ്. ഓക്കെ, on the ground. Next, he threw the ball dash the river. In the river. In the river. റിവറിലേക്ക് On the river. into താണ്. into റിവറിലേക്ക് into the river. Okay, into ആണ് വരാ. into the river. Yes. Next, he has no taste dash music. മ്യൂസിക്കിനോട് അങ്ങനെ താല്പര്യമില്ല എന്നാ പറയുന്നത്. Into He has no taste for music. എങ്ങനെയാണ്?
He has no taste for music. 4 ആണ്. The headmaster was angry dash me. with me. Me. With me ആണ്. With me. Correct ആണ്. The headmaster was angry with me. Any she depends dash her mother. On her. Upon. On. Yeah. She depends on her mother. Take care dash your health. Of. Yes. Take care of your health. She was born dash 1982. 2010. In. In. Yeah. In on. She was born in. Okay. She was standing. Sorry. To. You must listen. Dash your teacher. To your teacher. Two. Okay. To honor. You must listen to your teacher. Then I'm satisfied. Dash your work. Yes. With on. I'm satisfied with your work. A girl was passing the building dash the moment. At. The moment. There was also a service dash Sunday morning. On. On. There was also a service on Sunday morning. He peeled the vegetables dash a knife. By. To. With. With them. He peeled the vegetables with a knife. Come and sit dash me. With. With. Yeah, come and sit with me. Beside me എന്ന് പറയാട്ടോ കുഴപ്പമില്ല. The poor man asked dash help. For. For. Yeah, for help. Father is not dash home now. At. At. Sam went to the school dash is scooty. സ്കൂട്ടിയിലാണ് സ്കൂളിൽ പോയത്. On. എന്താണ് ഒരു കൺഫ്യൂഷൻ? സ്കൂട്ടി അല്ലേ? ഓൺ ആണ്. ഓക്കെ, ഓൺ ആണ്. നെക്സ്റ്റ് we rested dash a tree. In. At. അത് ട്രെയിനിക്ക് താഴെ ഇരുന്ന് റെസ്റ്റ് ചെയ്തു എന്നാണ്. ചിലപ്പോ അടുത്തിരുന്ന് റെസ്റ്റ് ചെയ്യാൻ കുഴപ്പമില്ല. താഴെയല്ല കുറച്ച് നല്ലത്. ഇന്നാണോ ഇന്നോ? അണ്ടറാണ്. മരത്തിന് താഴെ ഇരുന്നു റെസ്റ്റ് ചെയ്തു. നിങ്ങൾ റെസ്റ്റ് ചെയ്തു. അപ്പൊ താഴെയാണ് കുറച്ച് നല്ലത്. അണ്ടർ. നെക്സ്റ്റ് he sat dash the table to write a letter. On.
near the. On. ഓണോ ടേബിളിന് മുകളിൽ റിലേറ്റീവ് എഴുതി പോസിബിൾ ആണ് കേട്ടോ പക്ഷെ ഉദ്ദേശിച്ചതല്ല. He sat dash the table to write a letter. അടുത്തിരുന്ന് എഴുതി പറയാലോ അല്ലെ. അസ്റ്റ് യൂസ് ചെയ്യാം, ഡിസൈഡ് യൂസ് ചെയ്യാം. ടേബിളിലെ കണ്ടപാടെ ഓൺ എഴുതി അല്ലെ, കുഴപ്പമില്ല. ടേബിളിലെ മുകളിൽ ഇരുന്ന് നമുക്ക് എഴുതാലോ അല്ലെ. ഓക്കെ, next the monkey fell dash the tree. മരത്തിൽ നിന്ന് വീണു എന്നാണ് പറയുന്നത് കേട്ടോ. Down. മരത്തിൽ നിന്ന് വീണു. On the tree. Down. Down. ഡൗൺ അല്ല, മരത്തിൽ നിന്ന് വീണു. From ആണോ? ആ ഫ്രം ആണ്. From. From. The monkey fell from the tree. Alex lay dash on the bed. കിടന്നു. Down. Lay down. Alex lay down on the bed. I dipped my finger dash the honey. ഹണിയിലേക്ക് ഞാൻ ഫിംഗർ ഡിപ്പ് ചെയ്തു. ഹണിയിലേക്ക്, റിവറിലേക്ക് എന്ന് പറഞ്ഞപ്പോൾ ഇത് ഹണിയിലേക്കാണ്. Into. Into the honey. They are very popular dash the boys. ബോയ്സിനിടയിൽ അത് പോപ്പുലർ ആണ്. Among ആണ്. They are very popular among the boys. വിജയും പറയില്ല. രണ്ട് ബോയ്സ് ആണ്, രണ്ടുപേരാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇത് ബോയ്സ് എന്നാ പറഞ്ഞത്, കൂട്ട ആൾക്കാരാണ് അല്ലെ. അപ്പൊ എമംഗ് ആണ് വരാട്ടോ. നെക്സ്റ്റ്, people learn dash experience. From. Yeah, people learn from experience. Okay. Next, I have been living in the city dash 2000. 2000 എവിടെ ഓർത്തെങ്കിലും പറയൂ. I have been living yeah. I live on. Okay, I live dash an apartment dash the 7th floor. I live in. ഇതാണ്. I live in an apartment On. on the 7th floor. Correct ആണ്. Next, I have worked here. Sorry, I have an appointment dash Tuesday afternoon. I have an appointment On. on. We are dash the lift dash the moment.
At the moment. We are in the lift. We are in the lift at the moment. What happened? Okay. Across era. Yeah. I have been living in the city dash 2017. Since Yeah, I have been living in this city since 2017. Next, I have worked here dash 5 years. For 4. Yes. Answer is 4. They have been married dash 30 years. Four ആണ്. The teacher said no talking dash the class. in the bus. In the class. No. ക്ലാസ്സിന്റെ സമയത്ത് സംസാരിക്കരുത് എന്നാണ് പറയുന്നത്. അപ്പൊ at ക്ലാസ്സിന്റെ സമയത്ത് സംസാരിക്കരുത്. ക്ലാസ് എടുക്കുന്ന ടൈമിൽ പീരീഡ് ഓഫ് ടൈം. Yes. During. The teacher said no talking during the class. Next, he went dash the market. To the market. To the market. He lives dash a small town. In a small town. Okay. I met him dash the afternoon. In the afternoon. In the afternoon. He put അത്രേ ഉള്ളൂ. ഇത്രയല്ലേ ഞാൻ പറഞ്ഞോളൂ. yes. Okay, what do you feel now? എന്ത് തോന്നുന്നു? എങ്ങനെയുണ്ട്? എന്താണ് ഒന്നും പറയാത്തെ? ഇത്രയും ആൻസർ ചെയ്തിട്ട് എന്ത് തോന്നുന്നു? പ്രപ്പോസിഷൻ എങ്ങനെയുണ്ട്? ഇനിയും ഡൗട്ട് ഉള്ള പ്രപ്പോസിഷൻസ് ഉണ്ടോ? കുറച്ച് കൺഫ്യൂഷൻ ഒക്കെ വന്നു. കുറച്ച് കൺഫ്യൂഷൻ. എന്താണ് കൺഫ്യൂഷൻ? എന്താണ്? തിങ്സ് വരുമ്പോ പിന്നെ ഡിസൈഡ്. അതെന്താണെന്നറിയോ? നമുക്ക് മീനിങ് അറിയാത്തോണ്ടാ. ആ ടെൻസ് കറക്റ്റ് ആയിട്ട് ടെൻസ് പഠിക്കുമ്പോ നിങ്ങൾക്ക് ഒരു സെന്റൻസ് കണ്ടാൽ അതിന്റെ മീനിങ് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ മീനിങ് മനസ്സിലായാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പ്രപ്പോസിഷൻ എഴുതാനും പറ്റും. ഓക്കെ. അതില് ഹാസ് ബീൻ വരുമ്പോൾ സിൻസ് ആണ്. ആ ഒരു ഡൗട്ട് ഉണ്ട്. അത് ഹാസ് ബീൻ അത് ടെൻസ് പഠിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും കേട്ടോ. ഹാസ് ബീനും ഹാവ് ബീൻ ഇതെല്ലാം ഞാൻ പഠിപ്പിച്ചു തരും ടെൻസില്. അപ്പൊ അത് ക്ലിയർ ആവും. ആ ഒരു ഡൗട്ട് മാത്രമേ ഉള്ളൂ. അല്ലാതെ പ്രപ്പോസിഷനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയിട്ടുണ്ടല്ലോ. മനസ്സിലായില്ലേ? മിസ്സേ, ആ ലാസ്റ്റത്തെ ഉത്തരം പറയാവോ? ഐ മെറ്റ് ഹിം ഡാഷ് ദ ആഫ്റ്റർനൂൺ
ലാസ്റ്റത്തെ ഐ മെറ്റ് ഹിം ടു ദ ആഫ്റ്റർനൂൺ വരിക. അല്ല, ഇൻ ദി ആഫ്റ്റർനൂൺ ഇന്നല്ലേ അവരാ. ശരി ശരി. പ്രപ്പോസിഷൻ എവിടേക്കാണ് യൂസ് ചെയ്യേണ്ടത് എന്നെല്ലാം അറിയാലോ. തന്നിരിക്കുന്ന നോട്ട്സും പിന്നെ ക്ലാസ്സിലേക്ക് ആകുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പ്രപ്പോസിഷൻ യൂസ് ചെയ്യേണ്ടത് എവിടെയാണെന്ന് മനസ്സിലായോ. ബാക്കി മീനിങ്ങിന്റെ കാര്യം വിട്ടേക്കോ. സെന്റൻസ് വൈസ് നോക്കുകയാണെങ്കിൽ അത് ടെൻസ് പഠിച്ചാൽ അറിയാൻ പറ്റുള്ളൂ. അതർവൈസ് പ്രപ്പോസിഷൻ എല്ലാം നിങ്ങൾക്ക് ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഓക്കെയാണ്. ഓക്കെയാണ്. മീനിങ് അറിയാത്ത കാരണമാണ് മെയിൻ ആയിട്ട് വരുന്ന പ്രശ്നങ്ങൾ. അതെ, ബാക്കിയെല്ലാം ഓക്കെയാണ്. ഇനി ഏതെങ്കിലും പ്രപ്പോസിഷൻ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടോ? ഒരുപാട് പ്രപ്പോസിഷൻസ് ഉണ്ട്, പക്ഷെ എല്ലാം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ക്ലാസ് അതിനുവേണ്ടി മാത്രമായിട്ട് പോകും. ഏതെങ്കിലും ഇനി അറിയാൻ ആഗ്രഹമുള്ള എന്തെങ്കിലും ഒരു പ്രപ്പോസിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറൊരു പോർഷനിലേക്ക് പോവാം. എന്താ ചെയ്യണ്ടേ? സിൻസ് ഒന്നുകൂടെ പോയോ മാം? എന്തോ സിൻസ് എന്തോ കേട്ടില്ല. സിൻസ് സിൻസ് സിൻസോ? സിൻസ് ആണോ? അതെ. സിൻസ് ഞാൻ എടുത്താണ്. ഒന്നുകൂടി പറയാവോ അത്? ഒന്നുകൂടെ പറയണം. ഓക്കെ, സിൻസ് എന്ന് പറയുന്നത് മുതൽ. ഞാൻ ഈ കഴിഞ്ഞ മാസം മുതൽ അല്ലെങ്കിൽ ഡിസംബർ മുതൽ ഇംഗ്ലീഷ് പഠിക്കാൻ പോവാണ്, അല്ലെങ്കിൽ ഞാൻ ഡിസംബർ മുതൽ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാലോ അല്ലെ. ഇപ്പൊ നിങ്ങൾ ഇത്ര വർഷമായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ, ഒരുപാട് വർഷമായി അല്ലെ. സ്കൂൾ ടൈം മുതൽ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. അപ്പൊ ഇതൊരു കാര്യം നമ്മുടെ മലയാളത്തിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ മുതൽ എന്ന് പറയുന്ന ഒരു വാക്ക് അല്ലെ. ഞാൻ അടുത്ത വർഷം മുതൽ നന്നായിട്ട് പഠിക്കും, അടുത്ത വർഷം മുതൽ ഞാൻ കറക്റ്റായിട്ട് ജിമ്മിൽ പോകും. അപ്പൊ അടുത്ത വർഷം മുതൽ എന്ന് പറയണമെങ്കിൽ അവിടെ സിൻസ് വേണം. സിൻസ് നെക്സ്റ്റ് ഇയർ എന്ന് പറഞ്ഞാലാണ് അടുത്ത വർഷം മുതൽ എന്നൊരു മീനിങ്ങിൽ അവിടെ വരാം. അടുത്ത വർഷം മുതൽ, അടുത്ത വർഷം എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ഇയർ ആണ്. അപ്പോ അടുത്ത വർഷം മുതൽ എന്ന് പറയണമെങ്കിൽ സിൻസ് നെക്സ്റ്റ് ഇയർ എന്ന് പറയണം. ഇനി അടുത്ത മാസം മുതലാണെങ്കിലോ സിൻസ് നെക്സ്റ്റ് മന്ത്. അടുത്ത ആഴ്ച മുതലാണെങ്കിലോ സിൻസ് നെക്സ്റ്റ് വീക്ക്. അടുത്ത ദിവസം മുതലാണെങ്കിലോ സിൻസ് നെക്സ്റ്റ് ഡേ. അല്ലെങ്കിൽ നാളെ മുതൽ സിൻസ് ടുമാറോ. ഓക്കെ, ക്ലിയർ ആയോ? ഐ വിൽ ഗോ ടു ദി ജിം സിൻസ് നെക്സ്റ്റ് ഇയർ. ഞാൻ അടുത്ത വർഷം മുതൽ ജിമ്മിൽ പോകും. ഐ വിൽ ഗോ ടു ജിം സിൻസ് നെക്സ്റ്റ് ഇയർ. ഓക്കെ, I will study well since next year. ഞാൻ അടുത്ത വർഷം മുതൽ നന്നായിട്ട് പഠിക്കും. മനസ്സിലായോ? ഇനി ഞാൻ രാവിലെ മുതൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. I have been working since morning. രാവിലെ മുതൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ I have been teaching since morning. ഞാൻ രാവിലെ മുതൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മുതൽ നിങ്ങൾ എവിടെയെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ അവിടെ സിൻസ് ആവശ്യമാണ്. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായി മിസ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവും ആർക്കെങ്കിലും? എന്തെങ്കിലും ചോദിക്കാം. എന്തെങ്കിലും പ്രപ്പോസിഷൻ അറിയണമെന്നുണ്ടെങ്കിൽ, അത്ര അത്യാവശ്യമായിട്ടുള്ള എന്തെങ്കിലും പ്രപ്പോസിഷൻ ആണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതർവൈസ് അങ്ങനെ ഡൗട്ടും കാര്യങ്ങളൊന്നുമില്ല, ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോവാം. എന്താണ് വേണ്ടത്? നിങ്ങളുടെ ഒപ്പീനിയൻ പറയൂ. നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ചെയ്തു. പറയൂ. ആർക്കൊന്നും പറയാനില്ല. ക്ലിയർ ആണ്? വേറെ ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഓക്കെ അല്ലേ? ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇല്ല എന്നാണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറെ പോർഷനിലേക്ക് നമുക്ക് പോവാം. പ്രപ്പോസിഷൻ കംപ്ലീറ്റ് ആയി. ഇനി എന്തെങ്കിലും പ്രപ്പോസിഷൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ടൈമിൽ ചോദിക്കുക. നമുക്ക് ക്ലാസ് എടുക്കുന്ന ടൈമിൽ നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ടുഡേയ്സ് ക്ലാസ്. ഓക്കെ, thank you all. See you on the next class with new topic. Okay, bye all. Thank you, ma'am. Thank you, ma'am.